ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ കഥ. ശൗനകാദി. പുരാതന കാലത്ത് ശൗനകാദി മഹർഷികൾ നൈമിശാരണ്യത്തിൽ വെച്ചു ഒരു യജ്ഞം തുടങ്ങി. ആ യാഗത്തിൽ വേദവ്യാസ ശിഷ്യനായ സൂത പൗരാണികനും വന്നു ചേർന്നു. മഹർഷികൾ സൂതനെ ബഹുമാനിച്ചിരുത്തിയ ശേഷം ഭക്തിപ്രധാനമായ ഒരു കഥ ആഖ്യാനം ചെയ്യണമെന്നു അപേക്ഷിച്ചു. അതിനു മറുപടിയായി സൂതൻ പറഞ്ഞു, ഭഗവത് ഭക്തിയുണ്ടാകുവാൻ ഭാഗവത കഥ തന്നെ പറഞ്ഞു കേൾപ്പിക്കാം. ഭാഗവത കഥാസാരം സാക്ഷാൽ ശ്രീ നാരായണൻ ആദ്യമായി നാരദമുനിക്ക് ഉപദേശിച്ചു. നാരദൻ അതിൻ്റെ സാരാംശം വേദവ്യാസന് ഉപദേശിച്ചു. വ്യാസമഹർഷി അതിനെ ഏറ്റവും മഹാത്മ്യമേറിയ ഒരു പുരാണമാക്കി ചമച്ചു. തൻ്റെ പുത്രനായ ശുകനെ പഠിപ്പിച്ചു. ശുകബ്രഹ്മർഷി അത് അർജുന പൗത്രനായ പരീക്ഷിത്ത് മഹാരാജാവിനും ഉപദേശിച്ചു. ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണത്തിനു ശേഷം പാണ്ഡവരും ദ്രൗപദിയും വാനപ്രസ്ഥം സ്വീകരിച്ചു സായുജ്യമടഞ്ഞു. അവർ രാജ്യം ഉപേക്ഷിക്കുന്ന സമയം ഏക അവകാശിയായി അവശേഷിച്ചിരുന്ന പരീക്ഷിത്തിനെ ഹസ്തിനപുരം ചക്രവർത്തിയായി അഭിഷേകം ചെയ്തു. ശ്രീകൃഷ്ണൻ്റെ സഹോദരിയായ സുഭദ്രയിൽ അർജുനപുത്രനായി ജനിച്ച അഭിമന്യുവിൻ്റെ വീരസന്താനമാണ് പരീക്ഷിത്ത്. മാതാവ് വീരാട രാജകുമാരിയായ ഉത്തരയാണ്. ഉത്തര പരീക്ഷിത്തിനെ ഗർഭം ധരിച്ചിരുന്ന കാലത്താണ് ഭാരതയുദ്ധം നടന്നത്. ആ യുദ്ധത്തിൽ യുവാവായ അഭിമന്യു ശത്രുക്കളുടെ ചതിയാൽ വധിക്കപ്പെട്ടു. പാണ്ഡവ ശത്രുവായ അശ്വത്ഥാമാവ് പ്രയോഗിച്ച ബ്രഹ്മാസ്ത്രത്തിൻ്റെ സംഹാരശക്തിയാൽ ഉത്തരാഗർഭത്തിലെ ശിശു മൃതപ്രായമാകുകയായിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ അത്ഭുത വൈഭവം ഉത്തരാഗർഭത്തിലെ ശിശുവിനെ രക്ഷിച്ചു. ഗർഭസ്ഥനായ ശിശു ശ്രീകൃഷ്ണ ഭഗവാനെ ദർശിച്ചു. തൻ്റെ ചുറ്റും വിളങ്ങുന്നതായി ഈക്ഷിച്ചു. ആയതിനാൽ ജീവൻ സിദ്ധിച്ച ആ കുട്ടിക്ക് പരീക്ഷിത്ത് എന്നു നാമം സിദ്ധിച്ചു. അങ്ങനെ പിതാവില്ലാതെ വളർന്ന പരീക്ഷിത്ത് എല്ലാവർക്കും കണ്ണിലുണ്ണിയായിരുന്നു. സർവശാസ്ത്രങ്ങളും ആയുധവിദ്യകളും അഭ്യസിച്ച അദ്ദേഹം ഹസ്തിനാപുരം ചക്രവർത്തിയായി അധികാരം ഏറ്റെടുത്തു. തൻ്റെ പിതാമഹന്മാരായ പാണ്ഡവരുടെ ഭരണ നൈപുണ്യത്തിനു ഒട്ടും കോട്ടം തട്ടാതെ ജനക്ഷേമകരമായി അദ്ദേഹം രാജ്യഭരണം നിർവഹിച്ചു. പരീക്ഷിത്തിൻ്റെ പത്നിയുടെ പേര് ഈരാവതി എന്നായിരുന്നു. ഒരിക്കൽ പരീക്ഷിത്ത് രാജാവ് വിനോദാർത്ഥം കുരുക്ഷേത്രത്തിനടുത്തുകൂടി കിഴക്കോട്ടൊഴുകുന്ന സരസ്വതി നദീതീരത്തുള്ള കാട്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഗോഹത്യയ്ക്ക് ഒരുങ്ങി നിൽക്കുന്ന ഒരു കറുത്ത ദുഷ്ടൻ്റെ വേഷത്തിൽ കലിയെ കാണാൻ ഇടയായി. കലിബാധയാൽ ദുരിതമനുഭവിച്ചു സങ്കടപ്പെട്ടു നിൽക്കുന്ന ഭൂമിദേവിയായിരുന്നു അതിനടുത്തു നിന്നിരുന്ന പശു. കഥ എന്തെന്നറിയാതെ ഹിംസാത്മകമായ ആ കാഴ്ച കണ്ടു കോപിഷ്ഠനായി തീർന്ന രാജാവ് ഊരിയ വാളുമായി ഓടിയടുത്തു ചെന്നു. ചീ, മഹാപാപി, തൊട്ടുപോകരുത് ആ പശുവിനെ എന്നു ഗർജിച്ചു. അപ്പോൾ ഇതെൻ്റെ അധികാരമാണ്, ഇതെൻ്റെ യുഗമാണ്, ഞാൻ കലിയാണ്, എൻ്റെ യുഗത്തിൽ ഇതെല്ലാം സംഭവിക്കാനുള്ളതാണ് എന്നു ആ ശുഭ്രരാജവേഷധാരിയായ കലി തൻ്റെ സ്വന്തം രൂപം സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങ് ഇതിൽ ഉൾപ്പെടാതിരിക്കുന്നതാണുത്തമം. പെട്ടെന്നു പരീക്ഷിത്തെ രോഷാകുലനായി കടന്നുപിടിച്ചു. അവൻ്റെ ഗളനാളം അറക്കാനായി വാളോങ്ങി. ഭയാക്രാന്തനായി കലി പരീക്ഷിത്തിനോട് മാപ്പപേക്ഷിച്ചു. കലിയുഗമാണെങ്കിലും താനുള്ള കാലത്തോളം
തൻ്റെ രാജ്യത്തിൽ പ്രവേശിപ്പാൻ പാടില്ലെന്നു രാജാവ് കലിയോട് ആജ്ഞാപിച്ചു. കലി അതു സമ്മതിച്ചു. അടിയനു എവിടെയാണോ അഭയമെന്നുകൂടി അരുളി ചെയ്യണമെന്ന് അപേക്ഷിച്ചു. വാതുവെച്ചു ചൂതു കളിക്കുന്ന സ്ഥലങ്ങളിലും മതത്തിനു വേണ്ടി മദ്യപാനം ചെയ്യുന്നവരിലും ഋതുവായി മലിനത്വം പ്രാപിച്ചു ശുദ്ധികർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്ന വനിതകളിലും സ്വർണധനാദികൾ വിൽക്കുന്ന വിപണികളിലും ഹിംസാശീലന്മാരിലും നീ വർത്തിച്ചു കൊള്ളുക എന്നു രാജാവ് കലിയെ അനുവദിച്ചു. ജ്യേഷ്ഠ ബാധിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെയാണ് കലിക്കും പരീക്ഷിത്ത് പ്രവേശനം നൽകിയത്. കലി അന്തർധാനം ചെയ്തതിനു ശേഷം പരീക്ഷിത്ത് പശുവിനു സമീപത്തു ചെന്നു ചോദിച്ചു,